ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റഡ് കോക്കനട്ട് ബീഫ് കറിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കറിവേപ്പില, ഇഞ്ചി വെളുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 2 വലിയ ഉള്ളിയും ഉപ്പും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോയും 2 പച്ചമുളകും ഇട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ബീഫ് ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. കാൽ കപ്പ് വെള്ളം ഒഴിച്ച് 7 വിസിലാകുന്നവരെ കുക്കർ മൂടി വെച്ച് സ്റ്റൗവിൽ വെക്കണം. ബീഫ് വേവുന്ന ടൈമിൽ നമ്മളിവിടെ മുളക് വറുത്തെടുക്കാം. 2 ടൈപ്പിൻ്റെ മുളക് ഒരേപോലെ എടുത്ത് അതിനെ നല്ലോണം വറുത്തെടുക്കണം. ഇതിനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അതേ പാനിലേക്ക് 1/4 കപ്പ് കോരിയൻഡർ ഇട്ട് നല്ലോണം വറുത്തെടുക്കണം. രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ച മുളക്, കോരിയൻഡർ, പെപ്പറെല്ലാം ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പാനിലേക്ക് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂണ് ജീരകം ഇട്ട് നന്നായി വറുത്തെടുക്കണം. ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് പൊടിയാക്കി വെച്ച മുളക് പൊടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് വറുത്ത തേങ്ങ ഇട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെക്കണം. ഇതിലേക്ക് മല്ലിയില ഇട്ട് നമുക്ക് ഇതിനെ സർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.